ഹായ്! അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് മലയാള സാഹിത്യ പുരസ്കാരങ്ങളിൽ പ്രധാന പുരസ്കാരമായിട്ടുള്ള ഓടക്കുഴൽ പുരസ്കാരമാണ്. അപ്പോൾ പുരസ്കാര ജേതാക്കളെ നമുക്ക് കോഡുകളൊക്കെ വെച്ചുകൊണ്ട് വളരെ കൃത്യമായി തന്നെ പഠിച്ചു പോവാം. നമ്മുടെ കോഡുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, യൂസ്ഫുൾ ആയി മാറുന്നുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, പുതുതായി വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഇതുപോലുള്ള കോഡ് വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കാം. ഓടക്കുഴൽ പുരസ്കാരം മലയാള സാഹിത്യ രംഗത്തെ ഏറ്റവും മികച്ച കൃതികൾക്ക് നൽകി പോരുന്ന പ്രശസ്തമായ ഒരു പുരസ്കാരമാണ് ഓടക്കുഴൽ പുരസ്കാരം. മലയാള സാഹിത്യ രംഗത്തെ ഏറ്റവും മികച്ച കൃതികൾക്ക് നൽകുന്ന പുരസ്കാരമാണ് ഓടക്കുഴൽ പുരസ്കാരം. ഇന്ത്യയിലെ ആദ്യത്തെ ജ്ഞാനപീഠ ജേതാവായ മഹാകവി ജി ശങ്കരക്കുറുപ്പ് തനിക്ക് ലഭിച്ച ജ്ഞാനപീഠ പുരസ്കാര തുകയുടെ ഒരു ഭാഗം ഉപയോഗിച്ച് രൂപീകരിച്ച ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ആണ് ഈ അവാർഡ് നൽകുന്നത്. അപ്പൊ നമ്മൾ ഓൾറെഡി പഠിച്ചു പോയിട്ടുണ്ട്. ഇന്ത്യയിലെ പരമോന്നത സാഹിത്യ പുരസ്കാരമായ ജ്ഞാനപീഠ പുരസ്കാരം. കോഡുകളൊക്കെ വെച്ചുകൊണ്ട് വളരെ കൃത്യമായി തന്നെ നമ്മൾ പഠിച്ചെടുത്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ലിങ്ക് ഞാനിവിടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് ചോദിച്ചാൽ അത് മഹാകവി ജി ശങ്കരക്കുറുപ്പാണ്. അദ്ദേഹത്തിന്റെ ഓടക്കുഴൽ എന്ന കൃതിക്കാണ് ആദ്യ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അപ്പൊ അദ്ദേഹത്തിന് ലഭിച്ച ജ്ഞാനപീഠ പുരസ്കാര തുകയുടെ ഒരു ഭാഗം ഉപയോഗിച്ചുകൊണ്ട് രൂപീകരിച്ച ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ആണ് ഓടക്കുഴൽ പുരസ്കാരം നൽകുന്നത്. ഓടക്കുഴൽ പുരസ്കാരം നൽകി വരുന്നത് ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ആണ്. 30,000 രൂപ, ശില്പം, പ്രശസ്തി പത്രം എന്നിവ അടങ്ങുന്നതാണ് പുരസ്കാരം. ഓടക്കുഴൽ പുരസ്കാരത്തിന്റെ സമ്മാന തുക ചോദിച്ചാൽ അത് 30,000 രൂപയാണ്. 30,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് ഓടക്കുഴൽ പുരസ്കാരം. ഇനി പുരസ്കാര ജേതാക്കളെ നോക്കാം. ഓടക്കുഴൽ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ ജേതാവ് ചോദിച്ചാൽ PSCയുടെ ആൻസർ കീ പ്രകാരം വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ്. 1969 അദ്ദേഹത്തിന്റെ തുളസീദാസ രാമായണം എന്ന വർക്കിനാണ് ആദ്യമായിട്ട് ഓടക്കുഴൽ പുരസ്കാരം ലഭിക്കുന്നത്. തുളസീദാസ രാമായണം. PSCയുടെ ആൻസർ കീ പ്രകാരം ഓടക്കുഴൽ പുരസ്കാരത്തിന്റെ ആദ്യ ജേതാവ് ചോദിച്ചാൽ അത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ്. കൃത്യമായി പറയുകയാണെങ്കിൽ 1968 ബാലകവിരാമന് അദ്ദേഹത്തിന്റെ നാരായണീയം എന്ന വർക്കിനാണ് ആദ്യമായിട്ട് ഓടക്കുഴൽ പുരസ്കാരം ലഭിക്കുന്നത്. എന്നാൽ PSCയിൽ ആൻസറായി വരാറ് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ്. ഓടക്കുഴൽ പുരസ്കാരത്തിന്റെ ആദ്യ ജേതാവ് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ്. ഇനി രണ്ടാമത്തെ ജേതാവ് ചോദിച്ചാൽ അത് OV വിജയനാണ്. OV വിജയന് അദ്ദേഹത്തിന്റെ ഖസാക്കിന്റെ ഇതിഹാസം എന്ന വർക്കിനാണ് ഓടക്കുഴൽ പുരസ്കാരം ലഭിക്കുന്നത്. ഖസാക്കിന്റെ ഇതിഹാസം ഏത് വർഷമാണ്? 1970 ഖസാക്കിന്റെ ഇതിഹാസം എന്ന വർക്കിന് OV വിജയന് ഓടക്കുഴൽ പുരസ്കാരം ലഭിക്കുന്നത്. ഇനി ചോദിക്കാം, ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ച ആദ്യ വനിത ചോദിച്ചാൽ അത് ലളിതാംബിക അന്തർജനമാണ്. ലളിതാംബിക അന്തർജനമാണ് ഓടക്കുഴൽ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ വനിത. 1977 അവരുടെ അഗ്നിസാക്ഷി എന്ന വർക്കിനാണ് ലളിതാംബിക അന്തർജനത്തിന് ഓടക്കുഴൽ പുരസ്കാരം ലഭിക്കുന്നത്. ഇനി ഇത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടുള്ള ട്രിക്ക് പറയാം. അപ്പോൾ ഓടക്കുഴൽ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിൽ വരുന്നുണ്ടാവുക ഉണ്ണിക്കണ്ണനാണ് അല്ലേ? അപ്പോൾ ഉണ്ണിക്കണ്ണൻ, വെണ്ണ കട്ട് കഴിക്കുന്ന ഉണ്ണിക്കണ്ണനെയാണ് ഓടക്കുഴൽ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ മൈൻഡിൽ വരുന്നുണ്ടാവുക. അപ്പോൾ വെണ്ണ എന്നതിൽ നിന്ന് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് കണക്ട് ചെയ്യാലോ. ഓടക്കുഴൽ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ ജേതാവ് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ്. അപ്പോൾ മറ്റുള്ളവരുടെയൊക്കെ വീട്ടിൽ നിന്ന് വെണ്ണ കട്ട് കഴിക്കുന്ന കണ്ണൻ അല്ലേ? അപ്പോൾ കണ്ണൻ എങ്ങനെയാണ്? ഞാൻ വിജയിച്ച പോലെയാണ് കണ്ണന്റെ ഭാവം അല്ലെ? വെണ്ണ കട്ട് കഴിക്കുന്ന കണ്ണൻ എങ്ങനെയാണ്? ആരും കാണാതെ കട്ട് കഴിക്കുകയാണ്. അപ്പോൾ ഒരു വിജയിച്ച ആളുടെ ഒരു ഭാവമാണ് കണ്ണനില്. അപ്പോൾ വിജയം എന്നതിൽ നിന്ന് OV വിജയൻ എന്നും കണക്ട് ചെയ്യാലോ. അപ്പോൾ വെണ്ണ കട്ട് കഴിക്കുന്ന ഇടയിൽ എന്താണ്? വിജയിച്ചു എന്നുള്ള ആ ഭാവത്തോട് കൂടിയിട്ട് വെണ്ണ കട്ട് കഴിക്കുന്ന കണ്ണൻ എന്താണ്? തൻ്റെ ഓടക്കുഴൽ എവിടെ മറന്നു പോവാണ്? വീട്ടിൽ വെച്ച് മറന്നു പോവാണ് അല്ലേ? കട്ട് കഴിക്കുന്നതിനിടയിൽ വീട്ടിൽ
മറന്നു പോവുകയാണ് എന്ന് കണക്ട് ചെയ്ത് വെക്കാം. അപ്പൊ അത് ആരുടെ കയ്യിലായി? അന്തർജനത്തിന്റെ കയ്യിലായി എന്നോർത്താൽ കണ്ണന്റെ ഓടക്കുഴൽ എടുത്തിട്ടുള്ള ആദ്യ വനിത ആരാണ്? അന്തർജനമാണ്. അപ്പോൾ ലളിതാംബിക അന്തർജനം ജസ്റ്റ് കണക്ട് ചെയ്ത് വെക്കാൻ വേണ്ടി പറയുകയാണ്. അപ്പോൾ ആദ്യ ജേതാവ് ചോദിച്ചാൽ അത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ്. രണ്ടാമത്തെ ജേതാവ് ചോദിച്ചാൽ OV വിജയൻ. ആദ്യ വനിത ചോദിച്ചാൽ അത് ലളിതാംബിക അന്തർജനമാണ്. ഇനി നോക്കാം 2023 ജേതാവ്. 2023 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് PN ഗോപികൃഷ്ണൻ. PN ഗോപികൃഷ്ണൻ അദ്ദേഹത്തിന്റെ കവിത മാംസഭോജിയാണ് എന്ന വർക്കിനാണ് 2023 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് PN ഗോപികൃഷ്ണനാണ്. അദ്ദേഹത്തിന്റെ കവിത മാംസഭോജിയാണ് എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. 2024 ജേതാവ് ചോദിച്ചാൽ ആരാണ്? കെ അരവിന്ദാക്ഷൻ. കെ അരവിന്ദാക്ഷനാണ് 2024 ജേതാവ്. അദ്ദേഹത്തിന്റെ ഗോപ എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ഗോപ എന്ന നോവലിനാണ് 2024 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ഇനി നോക്കാം 2025 ജേതാവ്. 2025 ജേതാവ് ചോദിച്ചാൽ EP രാജഗോപാലൻ. EP രാജഗോപാലൻ അദ്ദേഹത്തിന്റെ ഉൾക്കഥ എന്ന സാഹിത്യ വിമർശനത്തിനാണ്. ഉൾക്കഥ എന്ന സാഹിത്യ വിമർശനം പഠിച്ചു വെക്കണം. സാഹിത്യ വിമർശനം. കവിത മാംസഭോജിയാണ് എന്ന വർക്കിലൂടെ, കവിതാ സമാഹാരത്തിലൂടെ 2023 PN ഗോപികൃഷ്ണന് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചു. 2024 കെ അരവിന്ദാക്ഷൻ ഗോപ എന്ന നോവലിലൂടെ ഓടക്കുഴൽ പുരസ്കാരം കരസ്ഥമാക്കി. 2025 EP രാജഗോപാലൻ അദ്ദേഹത്തിന്റെ ഉൾക്കഥ എന്ന സാഹിത്യ വിമർശനത്തിലൂടെയാണ് ഓടക്കുഴൽ പുരസ്കാരം കരസ്ഥമാക്കിയിട്ടുള്ളത്. ഇനി പുരസ്കാര ജേതാക്കളെ നമുക്ക് കണക്ട് ചെയ്ത് പോവാം. അതിനായിട്ടുള്ള കോഡ് പറയാം. അപ്പോ കൃഷ്ണൻ അരയിൽ ഓടക്കുഴൽ കെട്ടി. കൃഷ്ണൻ അരയിൽ ഓടക്കുഴൽ കെട്ടി രാജ്യം ചുറ്റി എന്നതാണ്. കൃഷ്ണൻ അരയിൽ ഓടക്കുഴൽ കെട്ടി രാജ്യം ചുറ്റി. അപ്പൊ കൃഷ്ണൻ എന്നതിൽ നിന്ന് ഗോപികൃഷ്ണൻ കണക്ട് ചെയ്യാലോ. ഗോപികൃഷ്ണൻ അല്ലെ 2023 PN ഗോപികൃഷ്ണനാണ്. അദ്ദേഹത്തിന്റെ കൃതി ചോദിച്ചാൽ കവിത മാംസഭോജിയാണ്. രണ്ടും ഓപ്പോസിറ്റ് ആണ് അല്ലെ. ആ ഒരു കണക്ഷൻ വെച്ചാൽ മതി. PN ഗോപികൃഷ്ണൻ കവിത മാംസഭോജിയാണ് എന്ന കവിതാ സമാഹാരത്തിലൂടെയാണ് ഓടക്കുഴൽ പുരസ്കാരം കരസ്ഥമാക്കിയത്. ഇനി കൃഷ്ണൻ അരയിൽ എന്നാണ് അല്ലെ. അരയിൽ എന്നതിൽ നിന്ന് അരവിന്ദാക്ഷൻ കണക്ട് ചെയ്യാലോ. അരയിൽ ഓടക്കുഴൽ കെട്ടി എന്നാണ് പറഞ്ഞത്. അരയിൽ നിന്ന് അരവിന്ദാക്ഷൻ കണക്ട് ചെയ്ത് വെക്കാം. അപ്പൊ ഒരുപാട് നേരം അരയിൽ ഇങ്ങനെ കെട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാം? പാട് കാണാം അല്ലെ. പാട് എന്നതിൽ നിന്ന് ജസ്റ്റ് ഗോപ എന്നും കണക്ട് ചെയ്യാലോ. അരയിൽ ഒരുപാട് നേരം നമ്മൾ കെട്ടി വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് അവിടെ ഒരു പാട് കാണാം. പാട് എന്നതിൽ നിന്ന് അക്ഷരം വെച്ച് ഗോപയും ജസ്റ്റ് കണക്ട് ചെയ്ത് വെക്കാലോ. ഇനി അരയിൽ ഓടക്കുഴൽ കെട്ടി രാജ്യം ചുറ്റി എന്നാ പറഞ്ഞത്. രാജ്യം എന്നതിൽ നിന്ന് രാജഗോപാലൻ കണക്ട് ചെയ്ത് വെച്ചൂടെ. രാജ്യം ചുറ്റി. അപ്പൊ രാജ്യം എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തിനെയാണ് എന്ന് ജസ്റ്റ് കണക്ട് ചെയ്യാം. രാജ്യം ചുറ്റി എന്ന് പറയുമ്പോൾ രാജ്യത്തിനുള്ളിലാണ്. രാജ്യത്തിന് പുറത്തൊന്നും ആര് പോയിട്ടില്ല? കൃഷ്ണൻ പോയിട്ടില്ല. ആ ഒരു രാജ്യത്തിനുള്ളിലാണ് എന്നോർത്ത. ഉള്ളിൽ എന്നതിൽ നിന്ന് അദ്ദേഹത്തിന്റെ വർക്കും കണക്ട് ചെയ്ത് വെച്ചൂടെ. ഉൾക്കഥ എന്ന സാഹിത്യ വിമർശനമാണ്. അപ്പോൾ നമ്മുടെ കോഡുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിലൂടെ അറിയിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക കേട്ടോ. താങ്ക്